ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റീസണേറ്റ് ആയി തുടങ്ങും. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ ഇവിടെ വരുന്ന മെസ്സേജൊക്കെ ഗൈഡൻസ് ആക്കി മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക ഈ സമയത്ത്. വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ഇവിടെ ഒരു സൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി പാസ്റ്റിലുള്ള എല്ലാ നിങ്ങളോട് കാണിച്ചതാവാം. നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റോ സപ്രഷനോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി അതൊക്കെ മറന്ന് നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോടെ തന്നെയാണ് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. എങ്ങനെയായാലും ഇനിയിപ്പോൾ സപ്രഷൻ അല്ല എങ്കിൽ പോലും കൂടുതൽ പേർക്ക് സപ്രഷൻ ഉള്ളവർക്കാണ് ഇത് റെസനേറ്റ് ആവുക. കാരണം ഇത് നിങ്ങളുടെ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷനാണ്. അപ്പോൾ ആ ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് പല സാഹചര്യത്തിലും നിങ്ങൾ കടന്നു പോകുന്നവരായിരിക്കാം, പല സിറ്റുവേഷനിലും കടന്നു പോകുന്നവരായിരിക്കാം. എങ്ങനെ ആയാലും നിങ്ങളുടെ വ്യക്തി പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഡിവോഴ്സിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു എൻഡായി കഴിഞ്ഞ റിലേഷനാണ്, ഇനി ഇത് തിരിച്ചു കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ മാറുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ഒരു ചേഞ്ച് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ പൂർവാധികം ശക്തിയോടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. യാതൊരു മാറ്റവുമില്ല. ഒരു യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി തിരിച്ചെത്തും. നിങ്ങൾ കുറേ കാലം നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ വ്യക്തിയെ നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങൾ ഒരുപാട് വേദനയിലൂടെയൊക്കെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ഒരുപാട് കാലം ഇതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവും. ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിലൊക്കെ നിങ്ങൾ ഓരോ ദിവസം തള്ളി നീക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ അങ്ങനത്തെ അവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിട്ടുള്ളതെങ്കിൽ അതിനൊക്കെ ഒരു ചേഞ്ചാണ് ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ വരുന്ന മെസ്സേജ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളോട് ഒരുപാട് സ്നേഹം ഈ ഒരു സമയത്ത് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ അല്ലാത്തവർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളെ കൂടെ നിൽക്കും. നിങ്ങളുടെ കൂടെ എന്തിനും ഒരു സപ്പോർട്ടായിട്ട്, ഇതുവരെ നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് ഈ വ്യക്തി നിന്നില്ലെങ്കിൽ പലർക്കും എല്ലാവർക്കും ഇപ്പോൾ വ്യക്തി നിൽക്കണമെന്നില്ല. ചില സാഹചര്യത്തിലൊക്കെ നിങ്ങൾ ബ്രേക്കപ്പ് ആയതായിരിക്കാം, പല സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ ബ്രേക്കപ്പ് ആയതായിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ പോകുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കും. കാരണം നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തിക്ക് ആ ഒരു ഡിവൈൻ കണക്ഷനുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്, യൂണിവേഴ്സിൻ്റെ ഒരു എനർജി നിങ്ങളുടെ ബന്ധത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ ഒരു മാറ്റം വരും. അതുകൂടാതെ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് നിലനിന്ന് പോവും. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് കഴിഞ്ഞ ശേഷം എന്തായാലും ശരി, എന്ത് സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അത് മാറും. അതിനൊരു ചേഞ്ച് നിങ്ങൾക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ വരുന്ന മെസ്സേജ് കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ്
കാണുന്നത്. കാരണം അത്രമാത്രം ഈ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന യാത്രയൊക്കെ കാണുന്നുണ്ട്. അതായത് നിങ്ങളുമൊത്തൊരു യാത്ര കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇനി നിങ്ങളോടൊപ്പം നിങ്ങൾക്കൊരു നിങ്ങളുടെ വ്യക്തി വന്ന ശേഷം കുട്ടികളുമൊത്തൊക്കെ ഒരു ഫാമിലി ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഇനി സാധ്യമാകാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജും കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ മൂലം നിങ്ങൾ ഒരുപാട് വേദനയിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങളുണ്ടാവാം ഈ സെപ്പറേഷൻ വരുന്നതിന് മുമ്പൊക്കെ. അപ്പോൾ അതൊക്കെ ഇനി സാധ്യമാകാൻ പോകുന്നു. നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, അതൊക്കെ ഇനി നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളൊരു സോൾ കണക്ഷനുള്ള ഒരു പാസ്റ്റ് ലൈഫ് ബന്ധമായതുകൊണ്ടും ആ ഒരു സോൾ കണക്ഷൻ ഉള്ളതുകൊണ്ടും ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ ആവില്ല. എങ്ങനെയായാലും കറങ്ങിത്തിരിഞ്ഞ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും. അതാണ് പ്രധാനമായി ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇതിനു മുമ്പും നിങ്ങളെ ഒരു സെപ്പറേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി പല തവണ നിങ്ങളിലേക്ക് ഇതുപോലെ നിങ്ങൾ അങ്ങനെ ഇതിനു മുമ്പും നിങ്ങളിൽ ഇങ്ങനത്തെ ഒരു സെപ്പറേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും. എങ്ങനെയായാലും നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഒന്നിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും. അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇതെന്തുകൊണ്ട് ഞാൻ വീണ്ടും ഇതേ ബന്ധത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നു എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡിവൈൻ കണക്ഷനാണ്. അങ്ങനെ അങ്ങ് നിങ്ങളെ വിട്ടു പോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ വ്യക്തി ഉറപ്പായിട്ടും പൂർവാധിക ശക്തിയോടെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങളുമൊത്തൊരു യാത്ര അതൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉള്ളതല്ല, കുറച്ച് പേർക്കൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുടെ ആ സിറ്റുവേഷനിൽ നിന്നും തന്നെ ഈ വ്യക്തി അതിനെയൊക്കെ ചില സമയത്ത് നിങ്ങളെ ഒരു ഈ ഫിനാൻസിൻ്റെ ആ ഒരു ഇതിലായിരിക്കാം, ഈ എന്തൊക്കെയോ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ ഒരു ഫിനാൻസിൻ്റെ ആ ഒരു നഷ്ടം ഇവിടെ വന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നഷ്ടം വന്നതുകൊണ്ടായിരിക്കാം, തകർന്നത് കൊണ്ടായിരിക്കാം, ജോലി കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്. അതായത് ഫിനാൻസ് പരമായൊക്കെ അവർ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ. അപ്പം അതുകൊണ്ടെല്ലാം ചില സമയത്ത് ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ പോയതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ വ്യക്തി പൂർവാധികം ശക്തിയോടെയാണ് ഇനി തിരിച്ചു വരുന്നത്. അതായത് ഇനി അതൊക്കെ അവർ നേടിയെടുത്ത് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ അതുകൊണ്ടായിരിക്കും അവർ കുറച്ച് കാലം ഇങ്ങനെ ഗ്യാപ്പിട്ട് നിൽക്കുന്നതൊക്കെ, എല്ലാം ഒന്ന് സെറ്റായിട്ട് തന്നെ വരാം. അപ്പോൾ അതിനുള്ള അനുകൂലമായ ഒരു സമയമാണ് ഇതെന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് എന്ത് തന്നെ സാഹചര്യത്തിലും അവർ പൂർവാധിക ശക്തിയോടെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അതിനുള്ള അനുകൂല സമയമാണ് ഇത്. അവരുടെ ആക്ഷൻ തന്നെ നിങ്ങളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തി അങ്ങോളം കൊണ്ടുപോവുക. ഇപ്പോൾ വിവാഹം കഴിക്കാത്തവരും ഉണ്ടാവില്ലേ, എല്ലാവരുടെ എനർജീസും ഇതിലുണ്ടാവും. ഇപ്പോൾ മാരേജ് കഴിക്കുന്നവരുണ്ടാവും, അല്ലാതെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉള്ളവർക്കാണെങ്കിൽ ഒരു ഫാമിലിയുമായിട്ട് ഇനി മുന്നോട്ട് നല്ല രീതിയിൽ പോവുക. അല്ലാതെ മറ്റ് റിലേഷൻഷിപ്പും ഉണ്ടാവുമല്ലോ, എല്ലാം ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ മറ്റ് റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ വ്യക്തി ആരെയാണോ നിങ്ങൾ ഒത്തിരി ഏറെ സ്നേഹിക്കുന്നത്, അവർ നിങ്ങളുടെ കൂടെ ഇനിയുള്ള കാലം ഒരുമിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്ത് കണക്ഷൻ ആയാലും നിങ്ങളുടെ കൂടെ ആയിരിക്കും ഇനിയുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഇതെന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് അത്രമാത്രം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ചേഞ്ചാണ്, ഒരു മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം നിങ്ങളില്ലാത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇതിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാമെന്ന് വെച്ചാൽ ഇത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ചിലർക്കൊക്കെ, കുറച്ച് പേർക്കൊക്കെ പുതിയൊരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതായത് കുറച്ച് പേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ കുറച്ച് പേരുടെ സിറ്റുവേഷനിലൊക്കെ പഴയ കാർമിക് ബന്ധങ്ങളിലൊക്കെ എല്ലാം ഒഴിഞ്ഞു മാറി പുതിയൊരു പാർട്ട്ണർ തന്നെ നിങ്ങളിലേക്ക് നല്ല പൂർവാധികം ശക്തിയോടെ തന്നെ വരുന്ന ഒരു സൺ കാർഡാണ്. അപ്പോൾ കുറച്ച് പേരുടെ അവസ്ഥയിലൊക്കെ നല്ലൊരു ചേഞ്ച്, നല്ലൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്.
അല്ലാത്തവർക്ക് നിങ്ങളുടെ വ്യക്തി തന്നെ മാറി നല്ലൊരു വ്യക്തിയായിട്ട് നല്ലൊരു ചേഞ്ച് അവർ ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുമൊത്ത് ഒരുമിച്ച് ചേരുക, ഒരു റിയൂണിയൻ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അതായത് നല്ലൊരു എന്താ പറയുക, അങ്ങോളം നല്ല ഒരു സുഖസുന്ദരമായി ജീവിക്കുക നിങ്ങളുമൊത്ത് എന്നാണ് ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് കേട്ടോ. ഇതാണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. പതിനൊന്ന് കിട്ടിയിട്ടുണ്ട്. എറണാകുളം സി എന്ന് കിട്ടിയിട്ടുണ്ട്. തിരുവാതിര എസ്, തിരുവാതിര, കൊല്ലം, റിയൂണിയൻ പോസിബിളാണ്. വൈ എന്ന് കിട്ടിയിട്ടുണ്ട്. ഡാൻസ്, അതായത് നിങ്ങളിൽ കുറച്ച് പേരൊക്കെ ഡാൻസൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും, ഡാൻസിനോടൊക്കെ താല്പര്യമുള്ളവരായിരിക്കും. ഉത്രാടം ടി എന്ന് കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം ആർ എന്ന് കിട്ടിയിട്ടുണ്ട്. കെ, പൂരുരുട്ടാതി ഐ എന്ന് കിട്ടിയിട്ടുണ്ട്. എം എന്ന് കിട്ടിയിട്ടുണ്ട്. എം, മാരേജ് കണ്ടോ, മാരേജ് കാർഡ് കിട്ടിയിട്ടുണ്ട്, അതാണ് പറയുന്നത്. മാരേജ് എന്തായാലും ഉണ്ടാവും ഈ വ്യക്തിയുമായിട്ട്. ഇ എന്ന് കിട്ടിയിട്ടുണ്ട്. തിരുവാതിര വീണ്ടും വന്നു. 33 എച്ച്, 24, 29, 47, 11, 49, 19, 22 കേട്ടോ, 36, 35, 5 നീട്ടിയിരുന്നേ, 5, പിന്നെ 30 നീട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലോസ്. അപ്പം നിങ്ങൾ ഒരുപാട് കാലം അകന്നിരിക്കുന്നവരാണെങ്കിൽ, ഒരുപാട് വേദനയിലൂടെയൊക്കെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വേദന മറ്റാരോടും ഷെയർ ചെയ്യാതെയൊക്കെയാണ് നിങ്ങളിപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പോസിറ്റീവായിട്ട് തന്നെ നിൽക്കണം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. കാരണം നല്ലൊരു ടൈമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കടന്നു വരുന്നത്. നല്ലൊരു എന്താ പറയുക, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് പല മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ്. അതായത് അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലൊക്കെ എന്താ ദൈവം യൂണിവേഴ്സായിട്ടൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതൊക്കെ നിങ്ങൾ മറക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് പുതിയതായിട്ട് തന്നെ എല്ലാം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മറക്കും, കാരണം നിങ്ങളുടെ വ്യക്തി അത്രമാത്രം സ്നേഹമായിരിക്കും ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ മറക്കുന്നില്ലെങ്കിൽ അതിനൊരു ചേഞ്ച് വരും, ആ ഒരു മറവി ഉണ്ടാകും. വീണ്ടും നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ആദ്യത്തേക്കാളും നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇനി പുതിയൊരു റീഡിങ്ങുമായി കാണാം. താങ്ക് യു.